അത് മാഡം. പ്രൊമോഷനൊക്കെ വേണ്ടേ? ഉം. അല്ല, വീട് എവിടെയാ? മാരായമുട്ടം. ഓ, അപ്പോ ഒരു ട്രാൻസ്ഫറും വേണം. ഉം. ആ, പ്രമോഷനോട് കൂടിയുള്ള ട്രാൻസ്ഫർ. അല്ല മാഡം, മാഡത്തിന്റെ പേരിലുള്ള ഈ കേസൊക്കെ. കേസോ? എന്ത് കേസ്? ഇതൊക്കെ ഒരു തരം പൊളിറ്റിക്കൽ ഡ്രാമയല്ലേ ഷീജെ? 2 ദിവസം കഴിഞ്ഞാ ഞാൻ വീണ്ടും മന്ത്രിയാവും. കൈക്കൊക്കെ ഒരു തരം കടച്ചില്, ഭയങ്കര മസ്കുലർ പെയിൻ. ഒന്ന് മസാജ് ചെയ്തേ. നോക്കട്ടെ. ഇത് തിരുമേന്ദ്രമല്ല, പോലീസ് ക്ലബ്ബാ. ഞാൻ യൂണിഫോമിലൊന്നും അല്ലല്ലോ. അല്ല, അവളുടെ പേരെന്താ? വീണ തോമസ്. വീണ തോമസ്. ഈ പേര് ഞാനൊന്ന് മനസ്സിൽ ഉറപ്പിക്കട്ടെ. അവൾക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉറപ്പാ. അല്ല, ശക്തിയിൽ തിരുമ. പോലീസുകാരികളായ എങ്ങനെയാണോ? ഒന്ന് അമർത്തി ചെയ്യേ. നമ്മൾ താമസിച്ചിരുന്ന വീട് പൊളിക്കാൻ പോണോടി. ഭാസ്കരനുമായിട്ടുള്ള എഗ്രിമെന്റ് വീട് പൊളിച്ചു കൊടുക്കണമെന്നായിരുന്നു. പൊളിച്ചു കളയണെങ്കിൽ കളയട്ടെ, നമുക്കെന്താടി, അതൊരു വാടക വീടല്ലേ. എനിക്കറിയാം നിങ്ങൾ 2 പേരുടെ മനസ്സിൽ ആ വീട് എത്രത്തോളം ഉണ്ടെന്ന്. ആ വീടിനെ മറന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് വലിയ പ്രയാസം. അതാ ഞാൻ അല്പം മുമ്പ് രാധമ്മയോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ 2 പേരും കേൾക്കണം. ഒരു കാരണവശാലും എതിര് പറയരുത്. മോള് വീടിന്റെ കാര്യം വിട്ടേക്ക്, നമുക്ക് വേറൊരു വാടക വീട് ഉടനെ കണ്ടെത്താം. ഇല്ല, നമ്മള് ആ വീട്ടിൽ തന്നെ താമസിക്കും. നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ നമുക്ക് കിട്ടിയേ പറ്റൂ. അർഹതയില്ലാത്തതൊന്നും അല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. രാജു ഫോൺ എടുക്കാത്ത എന്താ? വിളിച്ച ഫോണൊന്നും എടുത്തൂടെ രാജുന്? അച്ഛൻ്റെ അടുത്ത് പോണെങ്കിൽ രാജും കൂടി വരണ്ടേ? ഒരു കൂടപ്പുറപ്പ് ലോക്കപ്പിൽ കിടക്കുക. അവര് ലോക്കപ്പിൽ കിടക്കുന്നത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. അതിന് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുമ്പോ എല്ലാം കൂടി ഒരുമിച്ച്, ഏതാണ്ട് മലവെള്ളപ്പാച്ചിൽ പോലെ. ചേച്ചി പോലീസ് സ്റ്റേഷനില്, വീട് നഷ്ടപ്പെട്ട് രാജുവും കുടുംബമൊക്കെ ഏതോ ലോഡ്ജില്. ഞാനാണെങ്കിൽ ഇതാ ഇങ്ങനെ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അല്ല, രാജു മോള് ഇത് എവിടെ പോയി? ഞാൻ വിളിച്ചിട്ട് അവരെന്താ വരാത്തെ? അവര് വരൂ കേട്ടാ. എനിക്കവരെ കാണണം. അതിനുമുമ്പ് കാണേണ്ടത് ചേച്ചി തന്നെയാ. ഏട്ടന്റെ ഈ അവസ്ഥയിൽ എങ്ങനെ സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റും? എന്തവസ്ഥ? എന്റെ അവസ്ഥയൊക്കെ മാറിയില്ലേ? ഒരല്പ ക്ഷീണമുണ്ട്, അല്ലാതെ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. അതല്ല ഏട്ടാ, ഡോക്ടറോട് ചോദിക്കാതെ. അതാ ഞാൻ പറയാൻ വന്നത്. നീ വേഗം ആ ഡോക്ടർ ജയകുമാറിനൊന്ന് വിളിച്ചിട്ട് വരാൻ പറയും. ഇപ്പൊ തന്നെ വിളിക്ക. ഒന്ന് പറഞ്ഞത് വേഗം ചെയ്യടാ, സമയം കളയാനില്ല. ഹലോ ഡോക്ടർ, ഞാൻ പ്രതാപവർമ്മയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. അനിയൻ ശേഖരൻ. മനസ്സിലായി. ഡോക്ടറെ എത്രയും പെട്ടെന്ന് ഏട്ടനൊന്ന് കാണണമെന്ന്. അല്ല, ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇപ്പൊ എത്തും, ഒരു 5 മിനിറ്റ്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഇപ്പൊ എത്തും ഏട്ടാ. ഷേരട്ടൻ ആരോ കാത്തു നിൽക്കുന്ന പോലെ. അതെ, കാത്തു നിൽക്ക്. ഡോക്ടർ ഇപ്പൊ വരും. അപ്പോ ഫോളോ അപ്പിന് ഹോസ്പിറ്റലിൽ പോണ്ടേ? വേണ്ടെന്നാ തോന്നുന്നേ. അതായിരിക്കല്ലോ ചേട്ടന് ഡോക്ടർ ഇങ്ങോട്ട് വരുന്നേ. ഡോക്ടർ വന്നല്ലോ.
ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. വർമ്മ സാർ ഇവിടെ? റൂമിലുണ്ട്. ആ. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം. ശരി. വരൂ. വരൂ ഡോക്ടർ. നമസ്കാരം വർമ്മ സാറേ. നമസ്കാരം. എങ്ങനെ, എല്ലാം ഓക്കെ അല്ലേ? സാറിനുണ്ടായ അപകടത്തെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞു. ക്ഷീണമൊക്കെ മാറിയോ സർ? ആ, ഏറെക്കുറെ. സാറ് വന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. അംബിക മേഡത്തെ കാണാനല്ലേ? അതിന്റെ കാര്യം എന്തായി മാഡം? ചേച്ചി ശരിക്കും നിരപരാധിയാ. നിരപരാധിയാണോ അപരാധിയാണോ എന്നൊക്കെ ഇനിയും തെളിയിക്കപ്പെടേണ്ട കാര്യമല്ലേ സർ? ചോദ്യം ചെയ്യലൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല. വളരെ സീരിയസ് ആയ ഒരു ക്രൈം അല്ലേ സർ ഇത്? ചേച്ചിക്ക് മിനിസ്റ്റർ ആയിരുന്നുള്ള പരിചയക്കുറവുണ്ട്. പക്ഷേ തെറ്റൊന്നും ചേച്ചി ചെയ്യില്ല. അത് സാറിന്റെ കൂടപ്പിറപ്പ് സ്നേഹവും സാറിന്റെ നല്ല സ്വഭാവവും. വ്യക്തവും കൃത്യവുമായ എവിഡൻസ് ഇല്ലാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യൂ? എങ്കിലും ഇതിന്റെ പിന്നിൽ ഒരു ചതി നടന്നിട്ടുണ്ട്. പൊളിറ്റിക്സിൽ ചതി ഉറപ്പല്ലേ സർ? അതിലൊക്കെ ചെന്ന് വീഴുന്നത് അവരവരുടെ ശ്രദ്ധ കുറവല്ലേ? എന്തായാലും പ്രതാപ വർമ്മ സാറായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ വിശുദ്ധി അത് ചേച്ചി നഷ്ടപ്പെടുത്തി. സാറിന്റെ കുടുംബത്തിന് തന്നെ ഇത് വലിയ നാണക്കേടായില്ലേ? എനിക്ക് ചേച്ചി ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, കാണാലോ.